700 വർഷം പഴക്കമുണ്ട്. 13-ാം നൂറ്റാണ്ടും 14-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് പള്ളി നിർമ്മിച്ചത്. നിർമ്മാണ കാലത്ത് 7 നില ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. 24 ഫില്ലറിലാണ് പള്ളി നിൽക്കുന്നത്. ഓരോ തട്ട് തമ്മിലും 18 അടി അകലമുണ്ട്. തനതായ കേരള വാസ്തുകലാ ശില്പ രൂപത്തിലാണ് പള്ളിയുടെ നിർമ്മാണം. സാമൂഹ്യ രാജാവ് പള്ളി സംരക്ഷിക്കാൻ വേണ്ടി മാത്രം 500ഓളം വരുന്ന 4 പടയാളികളെ ഈ ഭാഗത്തേക്ക് നിയോഗിച്ചു. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മിഷ്കാൽ പള്ളിയിലാണ്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് മിഷ്കാൽ പള്ളിയും ഈ കുറ്റിച്ചിറ കുളവും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ നിന്ന് ഇഴപിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളിയും അതിന്റെ ചരിത്രവും. ആ ചരിത്രം പറയുമ്പോൾ അതിനകത്ത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും യുദ്ധത്തിന്റെയും കണ്ണീരിന്റെയും എല്ലാം കഥകൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് മറുനാടൻ ഈ മിഷ്കാൽ പള്ളിയുടെ ചരിത്രത്തിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. യമനിലെ വ്യാപാര പ്രമുഖനും കപ്പൽ ഉടമയുമായ നാഖുറ മിസ്കാലാണ് 14-ാം നൂറ്റാണ്ടിൽ ഈ മിഷ്കാൽ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. കോഴിക്കോടുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം ഇത്തരത്തിൽ ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കാനുള്ള ആഗ്രഹം സാമൂതിരിയുടെ പക്കൽ പ്രകടിപ്പിക്കുകയും സാമൂതിരിയുടെ അടുത്ത് നിന്ന് അതിനുള്ള അനുവാദം വാങ്ങിക്കൊണ്ട് മിഷ്കാൽ പള്ളി പണി കഴിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളീയ വാസ്തു വിദ്യാ ശൈലിയിൽ അന്നത്തെ ക്ഷേത്രങ്ങളും മറ്റു കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്ത അതേ വിദഗ്ധരായ ശില്പികൾ തന്നെയാണ് ഈ മിഷ്കാൽ പള്ളിയുടെയും നിർമ്മാണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിന്റെ ഛായ ഈ പള്ളിക്ക് തോന്നിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ജനുവരി മാസം 3-ാം തീയതി അന്നത്തെ പോർച്ചുഗീസ് കമാൻഡർ ആയിരുന്ന അൽബുക്കർക്ക് ഈ പള്ളി തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. അന്ന് സാമൂതിരിയുടെ നായർ പടയിലെ 100 കണക്കിന് പടയാളികൾ തങ്ങളുടെ ജീവൻ ബലി കഴിച്ചുകൊണ്ടാണ് ഈ മിഷ്കാൽ പള്ളി സംരക്ഷിച്ചത്. പിന്നീട് ഇതിനൊരു മധുര പ്രതികാരം എന്ന വിധത്തിൽ ചാലിയത്തുണ്ടായിരുന്ന പോർച്ചുഗീസ് കോട്ട പൊളിച്ച സമയത്ത് അതിന്റെ മര ഉരുപ്പടികൾ നൽകിക്കൊണ്ടാണ് സാമൂതിരി രാജാവ് മിഷ്കാൽ പള്ളി പുനർനിർമ്മിച്ചത് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. 7 നിലകൾ ഉണ്ടായിരുന്ന മിഷ്കാൽ പള്ളി അന്നത്തെ പോർച്ചുഗീസ് ആക്രമണത്തിലാണ് മുകളിലത്തെ 2 നിലകൾ പൂർണ്ണമായും കത്തിനശിച്ച് ഇന്ന് കാണുന്ന 5 നിലകളുള്ള രൂപത്തിലേക്ക് മാറിയത് എന്നും ചരിത്രം പറയുന്നു. ചരിത്രപ്രധാനമായ ഒരു പള്ളിയാണ് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി. പള്ളിക്ക് 700 വർഷം പഴക്കമുണ്ട്. 13-ാം നൂറ്റാണ്ടും 14-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് പള്ളി നിർമ്മിച്ചത്. വിദേശങ്ങളിൽ നിന്ന് യമനിൽ വന്ന നഹൂദ മിഷ്കാൽ എന്ന അറബി പ്രമുഖനാണ് പള്ളി നിർമ്മിച്ചത്. അയാൾക്ക് 20ഓളം കപ്പലുണ്ടായിരുന്നു പറയുന്നുണ്ട്. പള്ളിക്ക് ഇപ്പം നിലവിൽ 5 നിലയുണ്ട്. നിർമ്മാണ കാലത്ത് 7 നില ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ സാധാരണ നിലക്ക് 700 വർഷം മുമ്പ് ഒരു നില കെട്ടിടം പോലും ഇല്ലാത്തൊരവസരത്തിൽ 7 നിലയിൽ വെറും തേക്ക് തടി ഉപയോഗിച്ചുകൊണ്ട് മരം കൊണ്ട് ഇത്രയും കൂറ്റം പള്ളി എങ്ങനെ പണിതു എന്നതിനാണ് ഏറ്റവും വലിയ അത്ഭുതം. 24 ഫില്ലറിലാണ് പള്ളി നിൽക്കുന്നത്. ഓരോ തട്ട് തമ്മിലും 18 അടി അകലമുണ്ട്. അങ്ങനെ അന്ന് 7 നിലയിലാണ് പള്ളി നിർമ്മിച്ചത്. നിർമ്മാണ കാലത്ത് പള്ളിൻ്റെ 3 ഭാഗവും മാളികയോട് കൂടിയ വലിയ പടിപ്പുരുണ്ടായിട്ടായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. 7ാമത്തെ നിലയിൽ സാമൂതിരി രാജാവിൻ്റെ പടയാളികൾ ഒരു റഡാർ പോലെ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. കാരണം വിദേശ കപ്പലുകൾ നമ്മൾ കുറ്റിച്ചെറിയുന്ന കടലിലേക്ക് 1/2 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പം വിദേശ കപ്പലുകൾ പോണ ബൈനാക്കുലർ വെച്ച് നോക്കിയാൽ
അവർക്ക് കാണാമായിരുന്നു. അതായത് ഇതൊരു ആരാധനാലയമായിരുന്നെങ്കിലും ആ സമയത്ത് നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ മതസൗഹാർദ്ദത്തിൽ സാമൂഹിക സഹിച്ചു തന്നെ. നഹൂദ മുസ്കാൻ ഞാൻ പറഞ്ഞു യമനിൽ നിന്നും വന്നാണ്. അന്നത്തെ ഏറ്റവും ധനാഢ്യനായ കച്ചവടക്കാരനാണ്. അപ്പോൾ ഒരു 10-ാം നൂറ്റാണ്ട് മുതൽ കോഴിക്കോടിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 10-ാം നൂറ്റാണ്ടിൽ 10% മുസ്ലിമീങ്ങളെ കോഴിക്കോട്ടുള്ളൂ. പക്ഷേ ആ 10% മുസ്ലിമീങ്ങളുടെ കയ്യിലായിരുന്നു കോഴിക്കോട് പട്ടണം കച്ചവടത്തിൽ മുസ്ലിമീങ്ങളുടെ കുത്തകയായിരുന്നു. ഈ കച്ചവടവും പള്ളിയും പള്ളിക്ക് ശേഷമുള്ള തീവെപ്പും ഇതെല്ലാം ഒന്നായിട്ടുള്ള ഒരു കച്ചവടത്തിൻ്റെ ബന്ധമാണ്. അപ്പം ഭയങ്കര കച്ചവടക്കാരായിരുന്നു. ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട് കോഴിക്കോട് പട്ടണം മുഴുവൻ വിലക്ക് വാങ്ങാൻ കഴിയുള്ള മുസ്ലിം കച്ചവടക്കാരാണെന്നുണ്ടായിരുന്നു. അത്ര ഊക്കം കച്ചവടക്കാരായിരുന്നു. വിദേശികളായ അറബികൾ, ചൈനക്കാർ, ബോറ മുസ്ലിമുകൾ, ഭട്കൽ മുസ്ലിങ്ങൾ, ഗുജറാത്തികൾ ഇവരെല്ലാം വന്നത് കച്ചവടാശ്രയത്വം വന്നത് കോഴിക്കോട്ടാണ്. അവർ കോഴിക്കോട്ടെ മുസ്ലിമുകളുമായിട്ടാണ് കച്ചവടം നടത്തുന്നത്. അവർക്ക് വേണ്ട എല്ലാ സഹായവും സാമൂതിരി രാജാവ് നൽകിയിരുന്നു. അന്നത്തെ സമുദായം നൽകിയിരുന്നു. വിദേശികളെ അറബികൾക്ക് ഇവിടെ വീടെടുക്കുവാനും പള്ളിയെടുക്കുവാനും മാത്രമല്ല നായർ നമ്പൂതിരി സ്ത്രീകൾ വരെ വിവാഹം ചെയ്യാൻ അനുവദിച്ചിരുന്നു. അങ്ങനെ നല്ലൊരു പിന്നെ സൗഹാർദ്ദ അന്തരീക്ഷമായിരുന്നു ആ കാലങ്ങളിൽ സാമൂതിരിന്റെ ഭരണകാലത്തിൽ. ഇതിപ്പം പള്ളിയുടെ രൂപം നോക്കുകയാണെങ്കിലും ഒരു ക്ഷേത്രത്തിന് സമാനമായ ഒരു മുകളിലേക്ക് അതിന് സമാനമായ രീതിയിലാണ്. പള്ളിന്റെ രീതിന്റെ പറ്റി ആർട്ടിക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ ചരിത്രത്തിൽ പറഞ്ഞത് ഇൻഡോ സരസൻ ശൈലിക്കോ മുഗൾ ശൈലിക്കോ പിടികൊടുക്കാതെ തനതായ കേരള ശില്പ രൂപത്തിലാണ് പള്ളിയുടെ നിർമ്മാണം. അങ്ങനെയാണ് പള്ളിനെ പറ്റി പറയുന്നത്. അതാണ് സാമ്യത. അതേ അവസരത്തിൽ അന്നത്തെ തച്ചന്മാർക്ക് ഒറ്റ സ്കെച്ചേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം പള്ളിയോ അമ്പലം പൂമുഖം നോക്കിയാൽ ഒരേ സ്കെച്ചിൽ കാണുന്നത്. പിന്നെ പള്ളിക്ക് ഒരു യുദ്ധത്തിൻ്റെ ചരിത്രം കൂടി ഉണ്ട്. കാര്യമായുള്ളതാണ്. 1510 പറഞ്ഞത്. ഗാമ 1498 കോഴിക്കോട്ട് വന്നു. ഗാമക്ക് ശേഷമാണ് അൽബുക്കർക്ക് എന്ന് പറഞ്ഞ കമാൻഡർ. അയാളെ കീഴിലുള്ള ഒരു വലിയ ടീം കേരളത്തിൽ വന്നു. അവർ കോഴിക്കോട്ടും വന്നു. അവർ കോഴിക്കോട്ട് വന്നിട്ട് സാമൂതിരി രാജാവുമായിട്ട് ഒരു സന്ധി സംഭാഷണം ഒപ്പുവെക്കാൻ പറഞ്ഞു. അതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആദ്യമായിട്ട് കോഴിക്കോട്ടെ മുസ്ലിമുകളുടെ കച്ചവട കുത്തക അവസാനിപ്പിക്കുക. മെയിനായിട്ടുള്ളത് വിദേശികളെ അറബികളെ വെറും തുരിച്ചു ഓടിക്കുക, കച്ചവടം ചെയ്യാനായി. അവരെ ചരക്ക് വാങ്ങുകയും ചെയ്യരുത്, വിൽക്കുകയും ചെയ്യരുത്. പോർച്ചുഗീസുകാർക്ക് ഇവിടെ കോട്ട കെട്ടുവാനും കച്ചവടം ചെയ്യുവാനും അനുവദിക്കുക. ഈ 3 ഡിമാൻഡും സാമൂതിരി രാജാവ് അംഗീകരിച്ചില്ല. അംഗീകരിച്ചിരുന്നുവെങ്കിൽ കോഴിക്കോട്ടെ മുസ്ലിമുകളും സാമൂതിരി രാജാവും തമ്മിലുള്ള നല്ല ബന്ധം ഇല്ലാതാവും. വിദേശികളായ അറബികളിൽ നിന്ന് കിട്ടുന്ന വലിയൊരു വരുമാനമാണ് സാമൂതിരി രാജാവിന് നിലനിൽപ്പ്. അതില്ലാതാവും. പോർച്ചുഗീസുകാർക്ക് കോട്ട കെട്ടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവർ അവിടെയുള്ള വിഭവങ്ങൾ ചുക്ക്, കുരുമുളക്, ഏല കപ്പൽ കണക്കിൽ കടത്തിക്കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ 1-2 കൊല്ലം കൊണ്ട് സാമൂതിരി രാജാവിൻ്റെ നിലനിൽപ്പും ഇല്ലാതാവും. അത് അനുവദിക്കാതിൻ്റെ ഫലമായിട്ട് 3 പ്രാവശ്യം യുദ്ധം ചെയ്തു. കടലിലും കരയിലും വെച്ചിട്ട്. കടലിൽ കുഞ്ഞാലിമരക്കാർ, സാമൂതിരിൻ്റെ നാവികസേന. കരയിൽ സാമൂതിരി രാജാവിൻ്റെ നായർ പടയാളികൾ. പക്ഷെ നായർ പടയാളികളിൽ ഉന്നത സ്ഥാനങ്ങളിൽ മുഴുവനും മുസ്ലിമുകളെന്ന് പറയുന്നുണ്ട്. 2 പ്രാവശ്യവും യുദ്ധം ചെയ്തു. പോലീസുകാരെ തുരത്തോടിച്ചു. 3-ാമത്തെ പ്രാവശ്യം പോർച്ചുഗീസുകാർ വീണ്ടും കോഴിക്കോട് പട്ടണം ആക്രമിച്ചു. ആ തീയതിയാണ് ചരിത്രത്തിലുള്ളത്. 1510 കൃത്യമായിട്ട് ജനുവരി 3. അന്നാണ് പോർച്ചുഗീസുകാർ കോഴിക്കോട്ടേക്ക് അതിക്രമിച്ച് കയറുന്നത്. കല്ലാഴി അഴിമുഖത്ത് കൂടി വന്നിട്ട് കോഴിക്കോട് പട്ടണം ആക്രമിച്ചു. വരുന്ന വഴിക്ക് കണ്ണിക്കണ്ട എല്ലാ മുസ്ലിം പള്ളികളും നശിപ്പിച്ചു. കൂട്ടത്തിൽ വലിയൊരു വിഭാഗം സൈന്യവും ബ്രിട്ടീഷുകാരും വന്നിട്ട് ഈ പള്ളിയും ആക്രമിച്ചു. ആ അക്രമത്തിൽ പള്ളിൻ്റെ 2 നില തീ കത്തി നശിച്ചു. 2 നില മുകളിൽ നിന്നുള്ള 2 നില കത്തി നശിച്ചായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണ് പള്ളി 5 നില ആയിരുന്ന ചരിത്രം. 7 നില പള്ളി 5 നില ആയിരുന്ന. പക്ഷെ അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമെന്ന് പറഞ്ഞാൽ കോഴിക്കോട് പട്ടണം ഒന്നായിട്ട് ആക്രമിക്കപ്പെടുമ്പോഴും കുറ്റിച്ചെറിയിലെ മിസ്കാൽ പള്ളി തീ വെക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ഒരു വലിയ വക സൈന്യം നീങ്ങുന്ന അറിഞ്ഞ ഉടനെ സാമൂതിരി രാജാവിന് വിവരം കിട്ടി. സാമൂതിരി രാജാവ് പള്ളി സംരക്ഷിക്കാൻ വേണ്ടി മാത്രം 500ഓളം വരുന്ന നായർ പടയാളികളെ ഈ ഭാഗത്തേക്ക് നിയോഗിച്ചു. അവർ യുദ്ധം ചെയ്ത് പോർച്ചുഗീസുകാരെ വന്ന് ചൊരിച്ചോടിച്ചു. ആ യുദ്ധത്തിൽ ധാരാളം നായർ പടയാളികൾ മരിച്ചു വീണു.
പള്ളിക്ക് വേണ്ടിയിട്ട്. അതെ, ഒരു മുസ്ലിം ആരാധനാലയത്തിന് വേണ്ടി നായർ പടയാളികൾ മരിക്കുന്നത് അതാണ് മെയിനായിട്ടുള്ള യുദ്ധത്തിന്റെ സ്മാരകം കൂടിയാണ് പള്ളിയും ഇന്നത്തെ നിലക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഈ തകർത്തതിന് ശേഷം 1572 വരെയുണ്ട്. പോർച്ചുഗീസുകാർക്ക് ചാലിയത്തൊരു കോട്ട ഉണ്ടായിരുന്നു. ആ കോട്ട പോർച്ചുഗീസുകാർ സാമൂതിരി രാജാവ് തകർത്തിട്ട് അതിൻ്റെ ഉരുപ്പടികൾ കൊണ്ടുവന്നിട്ടാണ് സാമൂതിരി രാജാവ് പള്ളി പുനർനിർമ്മാണം നടത്തിയത്. ഒരു മധുര പ്രതികാരം. അങ്ങനെയാണ് പള്ളി ഇന്നത്തെ നിലയിൽ 5 നിലയിൽ സ്കെച്ചിൽ പള്ളി ഇപ്പോഴും ഭംഗിയായിട്ട് പള്ളി തകർത്ത പോർച്ചുഗീസുകാരുടെ കോട്ട പൊളിച്ചിട്ട് അതിന്റെ ഉരുപ്പടികൾ കൊണ്ടുവന്നിട്ട് പള്ളി പുനർനിർമ്മാണം നടത്തുന്നത്. നഹൂദ് അംസ്കാരിന് ആഗ്രഹം തോന്നിയാണ് കോഴിക്കോട്ട് പള്ളി എടുക്കണം എന്നുള്ളത്. നഹൂദ് അംസ്കാരി സാമൂതിരി രാജാവിനെ അറിയിച്ചു. സാമൂതിരി രാജാവ് കഷ്ടിച്ച് 1 ഏക്കർ ഭൂമി അനുവദിച്ചു എന്നാ. അപ്പൊ 1 ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ കുറ്റിച്ചെറുമണം കാടായിരുന്നു. അപ്പൊ ഈ കാണുന്ന ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ല, ഒഴിഞ്ഞ സ്ഥലമാവും. അതിനെ നടുക്കായിട്ടാണ് ഈ പള്ളി നിർമ്മിക്കുന്നത്. പള്ളിക്ക് കൊടുത്ത സ്ഥലം ഒരു ചേരി കുഴിയായെന്ന് പറയുന്നുണ്ട്. ഈ കുഴി നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്ത് കുറ്റിച്ചിറ കുളം, ആ കുളം നിൽക്കുന്ന സ്ഥലം അന്ന് കുറ്റിക്കാടായിരുന്നു. ആ ഭാഗത്തുനിന്ന് മണ്ണ് വെട്ടിയെടുത്തിട്ടാണ് ഈ കുഴി തൂർത്തത്. എന്നിട്ട് ആ കുഴി തൂർത്ത ചതുപ്പ് നിലത്താണ് 7 നിലയുള്ള കൂറ്റം പള്ളി നിർമ്മിച്ചത്. അപ്പോൾ ഇത്രയും ഉള്ള ഈ ഭൂമിയിൽ 7 നിലയുള്ള പള്ളി എങ്ങനെ അതിൻ്റെ വെയിറ്റ് താങ്ങുന്നു എന്നുള്ളതാണ് സാധാരണ എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. ഇവ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് പറയണം, അതായത് മറ്റു പള്ളികൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ് പള്ളിയോട് ചേർന്ന് ഒരു കുളവും ഉണ്ട്. ആ കുളവും കോഴിക്കോടിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണല്ലേ? അതിനാണ് കുളത്തിന്റെ പൈതൃകമായിട്ട് ഭാഗം എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ, പള്ളിക്ക് വേണ്ടി ഭൂമി ഇതെടുത്തായിരുന്നു, മണ്ണെടുത്തതായിരുന്നു. അതവിടെ കുണ്ടായിട്ട് കിടന്നു. ആ കുണ്ട് ഒരു 300 വർഷം വരെ അങ്ങനെ തന്നെ കിടന്നു. ടിപ്പു കോഴിക്കോട്ട് വന്നിരുന്നു 1788. ടിപ്പു കോഴിക്കോട്ട് ചിലപ്പോൾ ടിപ്പു സുൽത്താൻ കുറ്റിച്ചിറ വന്നിരുന്നു. കുരിശിലെ ഷെയ്ഖ് ജിഫ്രി തങ്ങൾ എന്നിട്ട് തങ്ങളുണ്ടായിരുന്നു. അയാൾ യമനിൽ നിന്നും വന്ന ആളായിരുന്നു തങ്ങൾ. അപ്പോൾ ടിപ്പു സുൽത്താനിന് ആഗ്രഹം തോന്നി തങ്ങളൊന്ന് കാണണമെന്ന്. അങ്ങനെ തങ്ങൾ വന്നിട്ട് കുറ്റിച്ചറിൽ വന്നു. ഈ തങ്ങളെ മുഖം കാണിച്ചു. അപ്പം തങ്ങളോട് ടിപ്പു ആവശ്യപ്പെട്ടു എന്താ വേണ്ടത് പറയാൻ പറഞ്ഞു. ചരിത്രം അങ്ങനെയാണ്. അപ്പം തങ്ങൾ പറഞ്ഞു ഈ കെടുക്കുന്ന വലിയ കുണ്ട് അത് പടവ് കെട്ടിയിട്ട് ആളുകൾക്ക് കുളിക്കാനും തിരുമ്പാനും ഒരു ചിറയാക്കി മാറ്റണം എന്ന് പറഞ്ഞു. ടിപ്പു സുൽത്താൻ ഉടനെ സാമൂതിരി രാജാവിൻ്റെ കൽപ്പന കൊടുത്തു. സാമൂതിരി രാജാവാണ് പടവ് കെട്ടിയിട്ട് ഇന്നത്തെ നിലയ്ക്ക് ചിറയാക്കി മാറ്റിയെന്നാണ് ചരിത്രം. അതായത് 200 വർഷത്തെ പഴക്കത്തോളം പള്ളിക്ക് 300 വർഷം, കുളത്തിന് 300 വർഷം പഴക്കോളം. യമനി നിർമ്മിച്ച പള്ളിയാണ് ടിപ്പു നിർമ്മിച്ച കുളമാണ്. ടിപ്പു നിർമ്മിച്ച അപ്പം കുളത്തിന്റെ ചരിത്രം പറയുമ്പോൾ ടിപ്പു ഓർ സാമൂതിരി രാജ അങ്ങനെ.